നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പോലെ ഈശോയുടെ മരണകാരണം ക്രൂശീകരണം മാത്രമല്ല. ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ എനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ടു യു ദ സയൻസ് ബിഹൈൻഡ് ദ ക്രൂസിഫിക്ഷൻ ഓഫ് ജീസസ്. ക്രൂസിഫിക്ഷൻ എന്ന് പറയുന്നത് റോമാക്കാർ എക്സ്ട്രീം ടോർച്ചറിന് വേണ്ടിയിട്ടും പതിയുള്ള മരണത്തിനും വേണ്ടി ഡിസൈൻ ചെയ്തിരുന്ന ഒരു ടോർച്ചർ മെത്തേഡായിരുന്നു. നമ്മൾ കുരിശ് രൂപത്തിൽ കാണുന്നത് പോലെ ഒരു വ്യക്തിയുടെ കൈകൾ വലിച്ചു നീട്ടി ആണികളാൽ തറയ്ക്കപ്പെടുകയും കാലുകളും ആണികളാൽ തറയ്ക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ചെസ്റ്റ് മൊത്തത്തിൽ എക്സ്പാൻഡ് ചെയ്യുന്ന പൊസിഷനിലാണ് ക്രൂശിൽ തറയ്ക്കുന്നത്. ഈ പൊസിഷനിൽ കിടക്കുന്ന ഒരാൾക്ക് ശ്വാസം വലിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. ശ്വാസം വലിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കാലുകൊണ്ട് അപ്പർ ബോഡീനെ പുഷ് ചെയ്ത് ഇപ്പം കൈകളുടെ സഹായത്തോടു കൂടി അപ്പർ ബോഡീനെ മേളിലോട്ട് പുഷ് ചെയ്യുമ്പോഴാണ് ഇൻഹെയിൽ ചെയ്യാൻ സാധിക്കുക. ഇങ്ങനെ എടുക്കുന്ന ഓരോ ശ്വാസവും വളരെയധികം പെയിൻഫുൾ ആയിരിക്കും. ഒപ്പം പതിയെ ഈ വ്യക്തി ടയർഡ് ആവുകയും ചെയ്യും. ഈശോയുടെ കാര്യം നമ്മൾ സ്പെസിഫിക്കലി നോക്കുകയാണെങ്കിൽ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പേ ചമ്മട്ടികളാൽ അടിക്കപ്പെടുകയും മുൾക്കിരീടം ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ രണ്ട് കാരണത്താൽ ഒത്തിരിയധികം ബ്ലഡ് ലോസ് ഈശോയ്ക്ക് സംഭവിച്ചിരുന്നു. സുവിശേഷത്തിൽ ഈശോയുടെ മരണത്തിന് ശേഷമുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, പടയാളികൾ കൂടെയുള്ളവരുടെ കണങ്കാലുകൾ തകർത്തതിന് ശേഷം ഈശോയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഈശോ ഓൾറെഡി മരിച്ചിരുന്നു. അപ്പോൾ ഈശോയുടെ കണങ്കാലുകൾ തകർക്കുന്നതിന് പകരം വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്നാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ വെള്ളം എന്ന് പറയുന്നത് എക്സ്ട്രീം ട്രോമയ്ക്ക് ശേഷം ഒരു വ്യക്തിയുടെ ഹൃദയത്തിന് ചുറ്റും ലങ്സിന് ചുറ്റും ഉണ്ടാകുന്ന ഫ്ലൂയിഡ് ബിൽഡപ്പ് ആണ്. ഈ ഫ്ലൂയിഡ് ആണ് കുത്തിയപ്പോൾ വന്ന വെള്ളവും തൊറാസിക് ക്യാവിറ്റിയിലേക്ക് അല്ലെങ്കിൽ ചെസ്റ്റ് ഭാഗത്തേക്ക് കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്ന് ബ്ലഡ് വെസൽസിൽ നിന്ന് പുറത്തു വന്നതാണ് ബ്ലഡ്. എല്ലാം കൂടെ ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ ഈശോയുടെ മരണകാരണം എക്സ്ട്രീം ഷോക്ക് ആൻഡ് ബ്ലഡ് ലോസ്, പിന്നെ എക്സോഷൻ, ശ്വാസം മുട്ടി മരിക്കുക, ക്രൂശന്മേൽ മോസ്റ്റ് പ്രോബബ്ലി എല്ലാ ഈ റീസൺസ് കാരണം കാർഡിയാക് ഫെയിലിയറിനും സാധ്യതയുണ്ടായിട്ടുണ്ട്. ഈശോയുടെ മരണം എന്ന് പറയുന്നത് വളരെ ഗ്രാജുവൽ ആൻഡ് എക്സോസ്റ്റിംഗ് ആൻഡ് വളരെ വേദനാജനകമായ ഒരു മരണമായിരുന്നു അത്. ഈശോ കുരിശന്മേലെടുത്ത ഓരോ ശ്വാസവും ഈശോയുടെ ചോയ്സ് ആയിരുന്നു. ഈശോ വളരെ പെയിൻഫുള്ളിയാണ് ആ ശ്വാസം എടുത്തത്. അത് എനിക്കും നിനക്കും വേണ്ടിയായിരുന്നു.